أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. അപ്പോൾ നമ്മൾ ഇല്ലം തഫാലു എന്നുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞു. ഇല്ലം എന്നുള്ളതിൻ്റെ ലഫ്ദിയായ ചർച്ചയാണ് പറയുന്നത്. അപ്പോൾ ഇല്ലം തഫാലു, ഇൻ എന്നുണ്ട്, ലം എന്നുണ്ട്. തഫ്അലു എന്നുള്ളത് ജാസിമാണ്, മജ്സൂമാണ്. ജസ്മും ബിലം യന്നഹ വാജിബത്തുൽ അമാലി. ഈ ലമ്മിന് അമലേൽപ്പിക്കാൻ നിർബന്ധമാണ്. ചില ആമിലുകളൊക്കെ ഉണ്ട് അമലേൽപ്പിക്കാൻ നിർബന്ധമില്ലാത്ത, ഇത് അമലേൽപ്പിക്കാൻ നിർബന്ധമാണ്. ഇത് മുഖ്തസത്തും ബിൽ മുദാരിയിൽ മാത്രമേ പ്രവേശിക്കൂ. അതിൻ്റെ ഇടയിൽ മറ്റൊരു പദം വരാൻ പാടില്ല. മുത്തസിലത്തും ബിൽ മാമൂലി, മാമൂലിനോട് ചേർന്നു. ഇപ്പോൾ ഇന്ന എന്നുള്ള മാമൂലിനോട് ചേരണം എന്നില്ലല്ലോ. ഇന്നമല്ല ആമാലു, അവിടെ മാ സായിദ വന്നു, ഇങ്ങനെ ചേരും, ഇങ്ങനെ പറ്റില്ല. എന്താ അങ്ങനെ വരാൻ കാരണം? എന്താണെന്ന് വെച്ചാൽ ലം എന്ന് മുദാരിയിൽ പ്രവേശിക്കുമ്പോൾ മുദാരിൻ്റെ മാന മാദിയായിട്ട് മാറി. എഫ് അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും എന്നാണ്. ലം എഫ് അൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ലം ഫെയിലിൻ്റെ ഭാഗമായി മാറിയെന്ന്. വലിയ അന്നഹ ലമ്മ സ്വയ്യറത്തു. ഈ ലം എന്നത് മുദാരിനെ മാദിയാക്കി മാറ്റിയപ്പോൾ സാറത്ത് കൽ ജുസ്ഇ മിൻഹു, ആ ലം ആ മുദാരിൻ്റെ ഒരു ഭാഗം പോലെയായി തീർന്നു. ഇനി ഇൻ എന്നതിനെക്കുറിച്ച്, ഇൻ എന്നത് ലം എന്നതിലല്ല പ്രവേശിച്ചത്, തഫ്അലു എന്നതിലുമല്ല, രണ്ടിലും കൂടിയാണ്. അപ്പോൾ ഹർഫു ഷർത്തിക്ക ദാഖിലി അലൽ മജ്മുഇ, രണ്ടിലും കൂടി പ്രവേശിച്ചതുപോലെയാണ് ഷർത്തിൻ്റെ ഹർഫ്. ഫകാന്നഹു ഖാല ഫൈൻ തറക്തുമുൽ ഫിഅല, നിങ്ങൾ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, തുല്യമായത് കൊണ്ടുവരിക എന്ന പ്രവൃത്തി നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നാണ് അർത്ഥം. രണ്ടിലും കൂടിയും പ്രവേശിച്ചത് കൊണ്ടാണ് സാഹ ജിത്തിമാ ഉഹുമ, രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ എന്നുള്ള ഷർത്ത് എന്തിനാ? ലം എന്നതിൽ മാത്രം പ്രവേശിച്ചാൽ നടക്കൂലല്ലോ. എഫ് അൽ എന്നതിൽ മാത്രം പ്രവേശിച്ചാൽ നടക്കില്ല. ഒന്ന് മംഫി ഒന്ന് മുസ്ബത്തും ആയിരിക്കും. അവ രണ്ടും കൂടി ആകുമ്പോൾ ശരിയായി. ഇനി കാരണം മുസ്തഖ്ബിലായ ഫീലാണ് പ്രവേശിച്ചതെങ്കിൽ, ഇപ്പം ഇൻ എന്നുള്ളത് എഫ് അൽ തഫാലു എന്നതിലാണ് പ്രവേശിച്ചതെങ്കിൽ ലം എന്നതും അതിലാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ആരാ അമൽ ചെയ്യുക? ഇൻ എന്നത് രണ്ടിലും കൂടിയാണ് പ്രവേശിച്ചത്. ലം എന്നത് തഫാലു എന്നുള്ള മുദാരിയിലും പ്രവേശിച്ചു. അപ്പോൾ പ്രശ്നമല്ല. ഇനി ഇന്നും മുദാരിയിലാണ്, ലം എന്നത് മുദാരിയിലാകുമ്പോൾ തനാസു തർക്കം വരൂലേ, ആരാണ് അമൽ ചെയ്യുക എന്നല്ലേ? ആ തർക്കം ഒഴിവാക്കാനാണ് രണ്ടിലും കൂടിയാണ് പ്രവേശിച്ചത് എന്ന് പറഞ്ഞത്. ഈ ലൻ തഫ്അലു, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യില്ല. ഈ ലൻ എന്നതിൻ്റെ അർത്ഥം എന്താ? അത് ലാ പോലെയാണ് ഫി നഫീൽ മുസ്തഖബലി, മുസ്തഖബിനെ നഫി ചെയ്യുന്നത്. ഗൈർ, പക്ഷേ അന്നഹു അബുലഹു, നഫീൽ ഊന്നൽ കൊടുക്കാനുള്ളതാണത്. തീർച്ചയായിട്ടും ചെയ്യൂല എന്നൊരർത്ഥം, ഒരു തൗക്കീദിൻ്റെ മാന. ഈ ലാ ലൻ എന്നത് സ്വന്തമായിട്ടൊരു അക്ഷരമാണ്. ഹർഫുൻ മുഖ്തലബ് എന്ന് പറയാം. സ്വന്തമായിട്ടുള്ള സ്വന്തം ആയിട്ടുള്ള ഒരക്ഷരമാണ്, സ്വന്തം തണ്ടിൽ നിൽക്കുന്ന അക്ഷരമാണ്. സീബവഹിയും ഖലീലും അങ്ങനെയാണ് പറയുന്നത്. അഫി റിവായത്തിൽ ഉഖറ, ഖലീൽ എന്നവരുടെ മറ്റൊരഭിപ്രായത്തിൽ ലൻ എന്നത് സ്വന്തമായ അക്ഷരമല്ല, മറ്റൊന്നിൽ നോക്കപ്പെട്ടതാണ്. അതായത് അസ്ലുഹു ലാ ഇൻ എന്നത്. ഇവിടെ ഹംസനെ കളഞ്ഞു. ഇമാം ഫറാഖ് പറയുന്നത് അസ്ല് ലാ എന്നാണ്, അലിഫിനെ മറിച്ചിട്ട് നൂനാക്കിയതാണ്. വഖൂദ് വുഖൂദ് വ്യത്യാസമുണ്ട്. വലു മതിരി. വഖൂദ് എന്ന് പറഞ്ഞാൽ വിറക് എന്നർത്ഥം. വുഖൂദ് എന്ന് പറഞ്ഞാൽ കത്തിക്കൽ എന്ന മസ്തറാണ്. ബിൽ ഫതഹിമാ തൂഖദ് ബിഹിന്നാർ, വിറക് ഇങ്ങനെ. വുഖൂദ് വഖൂദ്, വുഖൂദ് അൽ മസ്തറാണ്, കത്തിക്കൽ. എന്നാൽ മസ്തർ വഖൂദുമുണ്ട്. വഖദ് ജാഅൽ മസ്തർ ബിൽ ഫത്ഹി.
ഇതിന് തെളിവ് പറയാണ്. സീബവഹി പറഞ്ഞിട്ടുണ്ട്, ചില അറബികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, വഖത്തുന്നാറ വഖൂദൻ എന്ന്. ആലിയ, ഞാൻ തീ കത്തിച്ചു, വഖൂദൻ മസ്തറായി, ആലിയൻ ഉയർന്ന രീതിയിൽ. അപ്പോൾ വഖൂദാണ് ഇസ്മു. നമ്മൾ നേരത്തെ പറഞ്ഞ് വിറക് എന്നുള്ളതിന് വഖൂദാണ് എന്നല്ലേ. അപ്പോൾ ഇസ്മു ഉപയോഗം. അപ്പോൾ പിന്നെ വഖൂദ് ആവും വിറക് എന്നുള്ളതിന്, വഖൂദ് മസ്തറാവും. ഇനി വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ലൊമ്മോട് വന്ന വഖൂദ് എന്ന് പറയുന്നത് മസ്തർ തന്നെ ആയിരിക്കാം. എന്നിട്ട് പിന്നെ ഇസ്മിന് അതുകൊണ്ട് പേര് വെച്ചതാണെന്ന് വെച്ചാൽ മതി. അല്ലഹു മസ്തറും സുമ്മിയ ബിഹി, മസ്തറുകൊണ്ട് ചിലപ്പോൾ പേര് വെക്കാറുണ്ടല്ലോ. കത്തിക്കൽ എന്നർത്ഥമുള്ള വഖൂദില്ലേ, ഈ വഖൂദിന് വിറക് എന്നാണെങ്കിലും കത്തിക്കൽ എന്ന അർത്ഥത്തിൽ വെക്കാം. വഖദ് ജാൽ മസ്തർ ബിൽ ഫത്തഹി അല്ലഹു മസ്തറും സുമ്മിയ. ഉദാഹരണം പറയാൻ കമാഖീല ഫുലാനുൻ ഫഖ്റു ഖൗമിഹി എന്ന് പറയും. ഫുലാൻ ആ സമൂഹത്തിൻ്റെ ഫഖറാണ്. അവിടെ ഫഖർ എന്നുള്ള മസ്തറല്ലേ. അപ്പം അഭിമാനിക്കൽ എന്നല്ലല്ലോ, ഫുലാൻ ജനതയുടെ അഭിമാനിക്കൽ ആണെന്നല്ലല്ലോ, അഭിമാനമാണ് എന്നല്ലേ. അപ്പം എന്ത് ചെയ്തു, മസ്തറിനെ കൊണ്ട്, മസ്തറിൻ്റെ പദം കൊണ്ട് ഇസ്മിന് പേര് വെച്ചു, അഭിമാനം, മഫ്ഖൂർ, മഫ്ഖൂർ എന്നർത്ഥത്തിൽ. സൈനു ബലദിഹി, ആ രാജ്യത്തിൻ്റെ ഭംഗിയാണ്. സൈനാന മസ്തറല്ലേ, ഭംഗി ആവൽ എന്നല്ലേ പറയേണ്ടത്. പക്ഷേ ആ മസ്തർ കൊണ്ട് ഇസ്മിന് പേര് വെച്ചു, ഭംഗി എന്നതിന്, ഭംഗി ആവൽ എന്നത് ഭംഗി എന്നതിന് വെച്ചു. അങ്ങനെ ഖിറാത്തും ഉണ്ട് കേട്ടോ. വഖൂദുഹന്നാസു എന്നൊരു ഖിറാത്തുമുണ്ട്. ഏതായാലും മസ്തറാണോ ഇസ്മാണോ വിറക് എന്നാണോ കത്തിക്കൽ എന്നാണോ അർത്ഥം, വല്ലാഹിർ അന്നൽ മുറാദ് ബിഹി അൽ ഇസ്മു. ഇനി മസ്തറാകുമ്പോൾ എന്താ അർത്ഥം വെക്കുക, വൈനുരീദ ബിഹിൽ മസ്തറു വഖൂദുഹന്നാസ്. വഖൂദുഹാദിലെ കത്തിക്കൽ എന്ന് പറഞ്ഞാൽ മസ്തറാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ അവിടെ മുദാഫ് കളഞ്ഞിട്ടുണ്ട്. വഖൂദുഹ അതിലെ കത്തിക്കൽ ഇഹ്തിറാഖുന്നാസ്, ജനങ്ങൾ കരിയ എന്നുള്ളതാണ്. നരകത്തിലെ കത്തിക്കൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ കരിയലാണ്. അപ്പോൾ മസ്തറിൻ്റെ അർത്ഥമായി. ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ ഹജറിൻ്റെ ജമ്മാണ്. ജിമാലത്ത് ജമല് പോലെ. ഖിയാസാക്കാൻ പാടില്ല, അത് അറബികളിൽ വന്നിടത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അപൂർവമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. എന്താണ് ഹിജാറത്തുകൊണ്ട് ഉദ്ദേശം? വഖൂദുഹൻ, ഏത് കല്ല, സാധാ കല്ലാണോ സ്വർണ്ണാണോ പറയുന്നു. വൽ മുറാദ് ബിഹ അൽ അസ്നാമുല്ലത്തി നഹത്തുഹ, അവർ കൊത്തി നിർമ്മിച്ചുണ്ടാക്കിയ ബിംബങ്ങളാണ്, കല്ലുകളിൽ. ഖറനു ബിഹ അംബുസഹും, അങ്ങനെ എന്ത് ചെയ്തു, അവർ നഫ്സിനെ അവയോട് ചേർത്ത് വെച്ചു. വഅബദൂഹ, ആരാധിക്കുകയും ചെയ്തു. സ്വന്തം നഫ്സിനെ അതിനോട് അന്വരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളെ ഞങ്ങൾ ദൈവം എന്ന് പറഞ്ഞു, അവിടെ ആരാധിച്ചു. തമഅൻ ഫീ ശഫാഅത്തിഹ, അവരുടെ വീട്ടിലും ഒക്കെ ചേർത്ത് വെച്ചു, അവയുടെ ശുപാർശ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. വലിൻതിഫാ ബിഹ, ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. വസ്തിദ്ഫാരിൽ മദാരിൽ ബിമക്കാനത്തിഹി, അവരുടെ പദവി കൊണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവയെ അവർ ഒപ്പം കൊണ്ടുവന്നു. വഖറനു ബിഹ അംഫുസഹും, ബിംബങ്ങളാണ് ഈ കല്ല് എന്നുകൊണ്ട് ഉദ്ദേശം എന്നിരുന്ന തെളിവ്. അതിൻ്റെ തെളിവ് അള്ളാഹ് പറഞ്ഞു, അദുല്ലു അലൈഹി ഖൗലുഹു തആല ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസ്വബു ജഹന്നം, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും നരകത്തിലെ വിറകാണ്. അപ്പോൾ എന്തിനാണ് ഈ ബിംബങ്ങളെ കൊണ്ട് എന്തിനാണ് അവരെ ശിക്ഷിക്കുന്നത്? അത് സ്വർണം വെള്ളിയൊക്കെ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചാൽ ആ സ്വർണം വെള്ളി തന്നെയാണല്ലോ നരകത്തിൽ ശിക്ഷിക്കാൻ ഉപയോഗിക്കുക എന്നതുപോലെയാണ്. ഉദ്ദിബു ബിമാഹുവ മൻശഉ ജുർമിഹിം, അവരുടെ തെറ്റിൻ്റെ ഉത്ഭവമായിട്ടുള്ള ഈ ബിംബങ്ങളെ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു. അതുപോലെ കമാ ഉദ്ദിബൽ കാനിസൂന ബിമാ കനസൂഹു ഔ ബിനഖീദി മാ കാനി യതവഖൂൻ, അല്ലെങ്കിൽ പിന്നെ അവരുടെ പ്രതീക്ഷയുടെ നേരെ വിപരീതമായ ഇവ ശുപാർശ ചെയ്യുന്ന അവർ കരുതിയിരുന്നത് പക്ഷേ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ബിനഖീദി മാ കാനി യതവഖൂന, എന്തിനാണ് സിയാദത്തൻ ബി തഹസുരിഹിം, അവർക്ക് വലിയ തോതിലുള്ള ദുഃഖം നൽകാൻ വേണ്ടി. ഇത് സംരക്ഷിക്കും, നമ്മൾ ശുപാർശ ചെയ്യും, സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ സാധനമാണല്ലോ പഠിച്ചോനെ. ഇപ്പോൾ
നമ്മൾ കത്തിക്കാൻ ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങേറ്റത്തെ നിരാശയും ദുഃഖം ഉണ്ടാവും. അപ്പോൾ ബിംബങ്ങളാണ് ഉദ്ദേശം. ഒരഭിപ്രായം അദ്ദഹബുൽ ഫിദത്തുല്ലതി കാനു യക്നിസൂനഹ വയഗ്തറൂന ബിഹാ. പക്ഷേ ഈ തഫ്സീർ പ്രകാരം ഇത് കാഫിരിങ്ങൾക്ക് മാത്രമുള്ളതല്ലല്ലോ. ഉഇദ്ദത്തിൽ കാഫിരീൻ എന്ന് പിറകിൽ വരുന്നുണ്ട്. സ്വർണം വെള്ളിയും സക്കാത്ത് കൊടുക്കാത്തത് എന്ന് പറയുന്ന കാഫിരിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥം അവിടെ യോജിക്കൂല എന്നാണ് പറയുന്നത്. വക്കീൽ അദ്ദാബുൽ ഫിദത്തുല്ലതി കാനു യക്നിസൂനഹ വയഗ്തറൂന ബിഹാ വഅലാ ഹാദാ ഇത് പ്രകാരം യകുലി തഖ്സീസി ഇദാദി ഹാദൻ നൗഇ മിനൽ അദാബ്. ഈ വിധത്തിലുള്ള ശിക്ഷയെ തയ്യാറാക്കൽ കാഫിരിങ്ങൾക്ക് മാത്രമാക്കിയതിന് എന്താവില്ല വജുഹുൻ ഒരു ന്യായം കാണുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ യുദ്ധത്തിൽ കാഫിരി എന്ന് പറയേണ്ടതില്ലല്ലോ. വക്കീൽ ഒരു അഭിപ്രായം ഹിജാറത്തുൽ കിബിരീത്ത് ഗന്ധക കല്ലാണ്. അതിപ്പോൾ എങ്ങനെ പറയാം? തഖ്സീസുണ്ട്, ദലീലില്ലാതെ ഒരു പ്രത്യേക കല്ല് എടുത്തു പറയാനാണത്. ഇത് ശരിയാവില്ല. ഇബ്താലുൽ മഖ്സൂദി അള്ളാഹു ഇവിടെ ഈ ആയത്തിനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തെ ബാത്തിലാക്കലുമുണ്ട്. കാരണം എന്താ? ഇതിൽ കറുതു ഈ ആയത്തിൻ്റെ ഉദ്ദേശം തഹ്ലീലു ശഅ്നിഹ വതഫാഖുമി ലഹബിഹ, നരകത്തിൻ്റെ കാര്യം ഭയങ്കരം അപകടമാണ് എന്ന് പറയലും അതിൻ ആളിക്കത്തുന്നതാണ് എന്ന് പറയലുമാണ്. തഫാഖുമു ലഹബ് ആളിക്കത്തുന്നതാണ് എന്ന് പറയലുമാണ്. ബിഹൈസു എത്രത്തോളം നരകം കത്തുന്നുണ്ട്. യത്തഖിദു ബിമാല യത്തഖിദു ബിഹി ഗൈറുഹ, നരകമല്ലാത്തത് കത്തുന്ന സാധനം കൊണ്ട് കത്താത്ത സാധനം കൊണ്ട് നരകമല്ലാത്തത് കത്താത്ത സാധനം കൊണ്ട് നരകം കത്തിപ്പോകും. സാധാരണ നരകമല്ലാത്ത വേറൊന്നിലും കല്ല് കത്താറില്ലല്ലോ. അപ്പം നരകം ഭയങ്കര ചൂടാണ്, ലഹബ് ഭയങ്കര ആളലാണ്, അതിന് സെൽഷ്യസ് ഒരുപാട് അധികമാണ്. എത്രത്തോളം വേറെയുള്ള തീയിലൊന്നും കത്താത്ത കല്ല് വരെ നരകത്തിൽ കത്തിപ്പോകും. അപ്പം പിന്നെ കിബിരീത്ത് ഗന്ധകം കല്ല് എന്നെന്തിനാ മാത്രം പറയണത്? അള്ളാഹു തആല മഖ്സൂദിനെതിരല്ലേ? ഇതിൽ പറഞ്ഞു തഹ്വീലി ശഅ്നിഹ വ തഫാഖുമി ലഹബിഹ. തഫാഖു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അട്ടിയായിട്ടുള്ള ആളൽ. യത്തഖിദു ബിമാല യത്തഖിദു ബിഹി ഗൈറുഹ, മറ്റൊന്നും കത്താത്ത വസ്തുക്കൾ നരകം കൊണ്ട് കത്തും, നരകത്തിൽ കത്തും. വൽ കിബിരീത്തു യത്തഖിദു ബിഹാ കുല്ലു നാരിൻ, കിബിരീത്ത് കൊണ്ട് എല്ലാ തീയും കത്തും. വൈന് ലഅഫ അത് ലഈഫാണെങ്കിലും. അപ്പോൾ പിന്നെ ആ പറഞ്ഞതിന് ഉദ്ദേശമാണല്ലോ, നരകത്തിൻ്റെ ഭയാനകത കിട്ടൂലല്ലോ. ഫൈൻ സഹ ഹാദ അൻ ഇബ്നു അബ്ബാസ്, ഇത് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് സഹി ആണെങ്കിൽ ഫലഅല്ലഹു അനാബിഹി, ഒരു പക്ഷേ ബഹുമാനപ്പെടൽ ഉദ്ദേശിച്ചത് നരകത്തെ അപേക്ഷിച്ച് എല്ലാ കല്ലുകളും കിബിരീത്ത് പോലെയാണ്, മറ്റുള്ള തീയിൽ കത്തണ കല്ലാണത്. എല്ലാ തീയിലും കത്തണ സാധനമാണല്ലോ ഇത് കിബിരീത്ത്, ഗന്ധക കല്ല്. അപ്പം നരകത്തിൽ കല്ല് എന്ന് പറഞ്ഞ മൊത്തത്തിൽ കിബിരീത്ത് പോലെയാണ് എന്ന് സൂചിപ്പിച്ചതായിരിക്കാം. വലം അടുത്ത് കഴിഞ്ഞു. വഖൂദുഹന്നാസു വൽ ഹിജാറ, വഖൂദുഹന്നാർ വത്തഖുന്നാറല്ലത്തി, ആശയം അന്നാറിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പരിചിതമായ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസ്. പിന്നെ അല്ലത്തി വഖൂദുഹന്നാസ് എന്നുള്ളത് സിലയാണ്. സില എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരാളോട് സിലട്ട് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് ആ സിലയെക്കുറിച്ച് പരിചയം ഉണ്ടാവണമെന്ന്. ഇപ്പം ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കാമെന്ന് പറയുന്നത് അവർക്ക് നേരത്തെ നരകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് അലിഫ്ലാം അഹദിൻ്റെ അലിഫ്ലാമാണ്. വത്തഖുന്നാറ, ഇതിനു മുമ്പ് കാഫിരീങ്ങളെ നിങ്ങൾക്ക് ആ നരകം കൊണ്ട് താക്കീത് ചെയ്തിട്ടുണ്ട്, ആ നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന അഹദിൻ്റെ അലിഫ്ലാമാണ് അതിലുള്ളത്. അതാണ് വലമ്മ കാനത്തിൽ ആയത്ത് മതി. ഈ ആയത്ത് മദനിയാണ്. നസ്ലത്ത് ബാദമാ നസ്ല ബി മക്കത്ത ഖൗലുഹു തആല ഫി സൂറത്തി തഹരീമി നാറൻ വഖൂദുഹൻ നാസ് വൽ ഹിജാറ എന്ന ആയത്ത് മക്കയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇറങ്ങിയത്. വസമിഊഹു, അവരത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നതിനാൽ സഹ താരീഫുൻ നാർ, അന്നാർ എന്ന് താരിഫിയാക്കാൻ പറ്റി. വഖൂൽ ജുംലത്തി സിലത്തൻ, അതിനുശേഷം അല്ലത്തി വഖൂദുഹൻ നാസ് എന്ന
ജുംലയെ സിലയാക്കാൻ പറ്റി. അല്ലെങ്കിൽ പറ്റൂല. കാരണം ഫൈനഹ യജുബാൻ ഖിസത്ത മാലൂമത്താണ്. സില എന്ന് പറയുന്നത് ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് അറിയുന്ന, രണ്ടു പേർക്കും അറിയപ്പെട്ട ഒരു ഖിസ്സയായിരിക്കണമെന്നാണ്. കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഹുയ്യത്ത് ലഹും ജുഅലത്ത് ഉദ്ദത്തല്ലി അദാബിഹിം, അവരെ അദാബിനുള്ള വസ്തുക്കളാണ്. വക്കൂരിയ മുഅത്തിദത്ത് ലിൽ കാഫിരീൻ എന്നുണ്ട്. മുഅത്തിദത്ത് എന്നാകുമ്പോൾ അത്താദ് എന്ന വാക്കുന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. അത്താദ് പറഞ്ഞത് അല്ല ഉദ്ദത്ത് ഒരുക്കം തന്നെയാണ്. ഉദ്ദത്തും അത്താദും ഒപ്പം തന്നെ. വൽ ജുംലത്തു ഇസ്തിനാഫിൻ ഉദ്ദത്തിൽ കാഫിരി എന്നുള്ള ജുംല എന്താണ്? ഒന്നിരിക്കലും മുസ്തനിഫായ ജുംലയാണ്, മുമ്പുള്ള ജുംലയായിട്ട് ബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഹാലാണ്. ഹാലാവുമ്പോൾ സാധാരണ ജുംല ഹാലായി വരുമ്പോൾ ഒരു ഖദ് സങ്കല്പിക്കാറുണ്ട്. അവിടെ ഖദ് ഉദ്ദത്തിൽ കാഫിരിൻ എന്ന് ഖദ് ഉണ്ടായിരുന്നു എന്ന് വെക്കുക. അന്നാറ് എന്നതിന് ഹാലാക്കും ചെയ്യാം. നരകത്തെ സൂക്ഷിക്കുക. ഏത് സ്ഥിതിയിൽ? വഖദ് ഉദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട വിധത്തിൽ എന്ന്. വൽ ജുംലത്ത് ഇസ്തിനാഫാണ്. അല്ലെങ്കിൽ ഹാലും ബിദ്മാരി ഖദ് എന്ന് സങ്കല്പിച്ചിട്ട് ഹാലാണ് മിനന്നാർ, അന്നാർ എന്നതിൽ നിന്ന്. ലാ മിനൽ ദമീരി ഫി അല്ലതി ഫി വഖൂദുഹ എന്നതിനെ ദമീറാക്കാൻ പറ്റില്ല. ഹാ എന്ന് പറഞ്ഞാൽ നരകം തന്നെയാണെങ്കിലും വൈൻജാൽത്തോ മസ്തറൻ, ഇനി മസ്തറാക്കുകയാണെങ്കിൽ ലിൽ ഫസ്ലി ബൈനഹുമാ ബിൽ ഖബരി, അതിന് രണ്ടിനെയും എന്നതിൽ ഖബറോട് പിരിച്ചതിന് വേണ്ടിയാണ്. അപ്പം എന്താ പറഞ്ഞത്? മിനന്നാർ എന്നതിൽ നിന്ന് ഹാലാക്കാം. ആ നരകം തന്നെ ഖൂദുഹന്നാസ് വൽ ഹിജാറത്തു ഉദ്ദത്തിൽ കാഫിരീൻ. ഈ ഉദ്ദത്ത് എന്നുള്ളത് ഹാലാണ്. ഖൂദുഹന്നാസ് വൽ ഹിജാറ, ആ നാറ് എന്നതിൽ നിന്ന് ഹാലാണ്. എന്തിൽ നിന്ന് പറ്റൂല? ഫത്തഖുന്നാറെന്ന് അന്നാറിന്നേ പറ്റുള്ളൂ. എന്തിന്ന് പറ്റൂല? വഖൂദുഹ എന്നുള്ളതിന്ന് പറ്റൂല. ഹാ എന്നുള്ള മുദാഫിലേന്ന് പറ്റൂല. ഇനി മസ്തറാണ് വഖൂദ് എന്ന് വെക്കുക. നമ്മൾ മസ്തറാക്കിയിട്ട് ഇസ്മാക്കിയിട്ട് വെക്കുന്നുണ്ട്, പറ്റൂല. എൽ ഫസ്ലി ബൈനഹുമ, അതിനുള്ള പിരിവ് വന്നിട്ടുണ്ട്. ഏതാ പിരിവ്? വഖൂദുഹ എന്നുള്ളതിൻ്റെ ഖബർ ഏതാ? അന്നാസു വൽ ഹിജാറ എന്നുള്ള ഖബർ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെയാണ് ഉദ്ദത്ത് എന്നുള്ള ഹാലാക്കുന്നത്. അങ്ങനെ വരാൻ പറ്റൂല. ഹാലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്ല് വരാൻ പാടില്ല എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ പറ്റീനോ? വഖൂദുഹ ഉദ്ദത്തിൽ കാഫിരീന അന്നാസു വൽ ഹിജാറ എന്നാണെങ്കിൽ പറ്റിയിരുന്നു. പക്ഷേ വഖൂദുഹ കഴിഞ്ഞിട്ട് അന്നാറു വൽ ഹിജാറ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ എന്തിട്ടുണ്ട്? അന്നാറു വൽ ഹിജാറ എന്നല്ല വന്നിട്ടുണ്ട്. അതാണ് ഫസ്ല് ബൈനഹുമ, ഖബറോട് പിരിച്ചിട്ടുണ്ട്. ശരി, ഈ ആയത്തിൽ എന്തുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബൂവത്തിൽ ആക്ഷേപിക്കുന്ന, നബി തങ്ങളുടെ നബൂവത്തിനെ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ ഉണ്ട് എന്നാണ്. ഇനി ആയത്തിലുള്ള ഇസ്തിദ്ലാലുകൾ, ഫഹ്മുകളാണ് പറയുന്നത്, ഫിഖ്ഹുകൾ. മഫില്ലായത്തിനുമായതിലുവല നബൂവത്തിന്, പിന്നെ നബൂവത്ത് അറിയിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട്. മിൻബുജൂഹി അല്ലവൽ മാഫിഹിമാമിന തഹദ്ദി, വെല്ലുവിളി ഉണ്ടല്ലോ. അപ്പോൾ തഹരീദു അലൽ ജിദ്ദി, കഠിനമായി പരിശ്രമിക്കാനുള്ള പ്രേരണയുണ്ട്. അപ്പോൾ ബദലുൽ വുസ്ഇ, പരമാവധി പ്രവർത്തിക്കാൻ. ഫിൽ മുആറദത്തി, ഈ പരിശുദ്ധ ഖുർആനോട് സമാനമായ ഒരു സാധനം കൊണ്ടുവരാൻ. ബിത്തഖരീഇ വത്തഹ്ദീർ, ഭയപ്പെടുത്തിക്കൊണ്ടും, അല്ലേ? ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ നരകം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താരീഖുൽ വഈദി അലാ ഇത്മിൽ ഇദ്യാനി ബിമാ യാറദു അക്സറ സൂറത്തിൻ മിൻ സൂറത്തുൽ ഖുർആൻ. അതുപോലെ തന്നെ ഈ വഈദിനെ, അല്ലാഹു തആലയുടെ താക്കീദിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. അലാ ഇത്മിൽ ഇദ്യാനി, കൊണ്ടുവരാൻ കഴിയില്ല എന്നതിന്മേൽ. ബിമാ യാറദു അക്സറ സൂറത്തിൻ മിൻ സൂറത്തുൽ ഖുർആൻ, ഖുർആനിലെ സൂറത്തിൽ നിന്ന് ഏറ്റവും ചെറിയ സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല എന്നതിന് മേൽ ആ താക്കീദിന് എന്താക്കുന്നുണ്ട്? താക്കീത് എന്നാൽ നരകം കടക്കേണ്ടി വരുന്ന ആ താക്കീത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. കൊണ്ടുപാടോ, കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്നെ ചെയ്യടോ എന്നൊക്കെ പറയുമ്പോൾ അതിഭയങ്കരമായ താക്കീതുണ്ടല്ലോ. പിന്നെയും അവരെത്രയോ ആളുകളുണ്ടായിട്ടും സാഹിത്യത്തിൽ ഏറ്റവും പ്രസിദ്ധരായിട്ടും ഇതിനെ എതിർക്കുന്നതിൽ, മുലാദത്ത് എതിർക്കുന്നതിൽ അവരിങ്ങോട്ട് മെതിക്കുകയായിരുന്നു, ഖുർആനെ എതിർക്കുന്നത്. എന്നിട്ടും നമ്മത്തെ സദ്ദൂരി മാറത്തി തുല്യമായത് കൊണ്ടുവരാൻ
അവർ തുനിഞ്ഞില്ല. വൽത്തജൗ ഇലാ ജിലാൽ ബദ്രി, ഇങ്ങോട്ട് നാട് വിടാൻ അവർ നിർബന്ധിതരായി. അപ്പോൾ ബദരിൽ മോഹജി ജീവൻ വെടിയാൻ വരെ അവർ തയ്യാറാണ് ചെയ്തത്. ഇതാണ് ഉണ്ടായത്. എന്നാലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുന്ന കാട്ടിലെ അതാണ് തിരുവനന്തപുരത്ത്. അവസാനം ഗൈബ് എങ്ങനെയാണോ ഗൈബ് ആ കാര്യം ഇഖ്ബാറിലുണ്ട്. നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരൂല എന്നാണല്ലോ പറയുന്നത്. ഇത് വരാൻ പോണ കാര്യമാണ്. അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അല്ല പറയാൻ നിങ്ങൾ കൊണ്ടുവരൂല. അപ്പോൾ ഗൈബ് മറഞ്ഞ കാര്യം എങ്ങനെയാണോ ഉള്ളത് ആ പ്രകാരം ഇവിടെ ഖിബാറിനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി വല്ലതും എതിർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഖഫാവ് മുത്തനിയാകും സാധാരണ, പ്രത്യേകിച്ചും ഖുർആൻ ആക്ഷേപിക്കുന്ന ആളുകളാണ് ഖുർആന് വേണ്ടി പ്രതിരോധിക്കുന്നവരെക്കാളും കൂടുതലുള്ളത് എല്ലാ കാലത്തും. അപ്പോൾ പിന്നെന്താ മൂന്നാമത്തെ നബി തങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും എതിരാകാൻ വേണ്ടി നബി വിളിക്കില്ലായിരുന്നല്ലോ. ബിഹാദിന് മുബാരത്ത് ഇത്രയും ശക്തമായിട്ട് മഹാബത്ത ഇങ്ങോട്ട് ആരെങ്കിലും എതിർ കൊണ്ടുവരുമോ എന്ന് പേടിച്ചിട്ട് നബി തങ്ങളുടെ മുന്നിൽ തന്റെ വാദം ആകെ അപ്രശസ്തമാവുകയും ബാത്തിലാവുകയും ചെയ്യുമല്ലോ. അപ്പൊ നബി തങ്ങൾക്ക് അതിന് സംശയം ഉണ്ടായിരുന്നില്ല. വൈദ്യത്തിൽ കാഫിർ എന്ന ഖൗല് നല്ല അറിയിക്കുന്നതിനകം ഇപ്പോഴേ അവർക്ക് വേണ്ടി മുഅദ്ദത്തും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ വഅല്ലിംനാ തഅ്വീലൽ ഖുർആൻ.